ഈ കഴിഞ്ഞ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇതിൽ ചാക്കോസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരുപാട് ഇമോഷൻസ്, പോലീസുകാരനാണെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരൻ, ഒരു പോലീസുകാരനല്ലാത്തൊരു വേറൊരു സൈഡും, പോലീസുകാർക്ക് വേറൊരു സൈഡും ഉണ്ട്, ഒരു മനുഷ്യ ഒരു ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വേണം, ഇപ്പോഴുള്ള ഒരു പോലീസ് റോളുകൾ പോലെ ആവരുത്. ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പം അങ്ങനൊരു പോലീസ് റോള് എന്നുള്ളതല്ലേ ചിന്തിക്കുന്ന. ഇപ്പം ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഇപ്പോൾ ലോഹിതദാസ് സാറിൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ഭയങ്കര റൂട്ടഡാണ് അവർ, ഇമോഷൻസ് അങ്ങനത്തെയാണ്. നമ്മൾ അദ്ദേഹത്തിന് പല സിനിമകളെടുത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. അപ്പം അത് ആൾക്കാരിലോട്ട് ഏറ്റവും എളുപ്പം റീച്ച് ആവുന്നതുകൊണ്ട് നമ്മൾ അത്ര ഒരു മീറ്ററുകൾ ചിന്തിക്കും. അതാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ ജിത്തു അഷ്റഫ് തന്നെയാണോ എല്ലാവരും തീരുമാനിച്ചതോ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക്? അല്ല, അതിപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പം മാർട്ടിൻ പ്രക്കാട്ടാണ് പ്രൊഡ്യൂസർ. ഇപ്പം ഞങ്ങൾ നായായിട്ട് ഒരുമിച്ച് ചെയ്തതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷമായി, എനിക്ക് തോന്നുന്നു 2018 ജോസഫ് എഴുതി തുടങ്ങുമ്പോൾ തൊട്ട് മാർട്ടിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. ജിത്തു ഉദാഹരണം സുജാത ചെയ്യുന്ന സമയത്തോട്ട് മാർട്ടിൻ്റെ കമ്മിൽ ഇത് ഉണ്ട്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് പരിപാടികളുണ്ട് എപ്പോഴും. അതൊരു മാന്യമായ ഡിസ്കഷൻ്റെ പരിപാടിയിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും അത്രയും ഡിസ്കഷൻ തന്നെയാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എടുത്ത് ഇപ്പോൾ വില്ലനായിട്ട് കുറച്ച് ഈ യൂത്ത് കുറച്ച് പിള്ളേരെയാണ് ഇപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടറിലോട്ട് എത്തിച്ചിരിക്കുന്നത്, ഗ്യാങ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു ഗ്യാങ്, ഒരു വില്ലൻ? ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ തന്നെ വില്ലനാക്കി പോലീസുകാരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആൾക്കാർക്ക് റിലേറ്റ് ആവുന്നത് നമ്മുടെ പരിസരത്ത് എവിടെയൊക്കെയോ കണ്ടു എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ സിനിമയിൽ ചേർത്ത് വെച്ചാൽ കുറേ കൂടെ വിശ്വസനീയമാവുക കഥ. നമ്മളല്ലാതെ എവിടുന്നോ കൊണ്ടുവന്നാൽ കാര്യമില്ല. അപ്പോൾ അത്തരം ഒരു വിശ്വസനീയത നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടം നടക്കും. ഇപ്പോഴും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാം നമുക്ക് ഡ്രഗ്സ് യൂസ് ചെയ്ത പിള്ളേരുടെ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ഭയങ്കര ഒരു മോശമായ സമയം എന്ന് പറയാം. എനിക്കൊന്ന് റാഗിങ് ഒക്കെ ഇല്ലാതിരിക്കുമായിരുന്നു, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയൊക്കെ പോകുമ്പം ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇതിൽ ഈ ഡ്രഗ്സിൻ്റെ ഈ വിഷയം കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ആൾക്കാരിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ, തീർച്ചയായും എത്തിയെന്നാണ് തോന്നുന്നത്. നമ്മൾ അത്രയും പ്രതീക്ഷയില്ലെങ്കിലും പല റിവ്യൂകളിലും, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഒരു സിനിമ റൺ ചെയ്യുന്ന ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജിലൂടെ അപ്പോൾ പലരും അയച്ചു തരുന്നുണ്ട്. എന്താ വെച്ചാൽ പെൺമക്കളുള്ള അമ്മമാർ അവരെയും കൂട്ടി ഒരുമിച്ചിരുന്ന സിനിമ കാണണം, അല്ലെ അച്ഛന്മാർ, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനൊരു രീതിയിൽ ഇത് വർക്കാവുന്നുണ്ട്. കാരണം ഫാമിലിക്കൊക്കെ ഇത് അവർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഈ സിനിമ കണ്ട കുട്ടികൾക്ക് മനസ്സിലാവുമെന്നൊരു തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഒരു പോലീസുകാരനായിരുന്നല്ലോ, അപ്പോൾ ഈ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒരുപാട് ഈ എഴുത്തിൽ സഹായകരമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ജോസഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സിനിമ എഴുതാൻ നടക്കുന്ന സമയത്ത്, അല്ലെ അങ്ങനെ ഞാൻ വേറൊരു കഥയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് വായിച്ച ലിജിൻ ജോസ് എന്ന് പറയുന്ന ആളാണ്, നിങ്ങൾക്ക് കുറ്റാന്വേഷണം എഴുതിക്കൂടെ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു കുറ്റാന്വേഷണ സിനിമ എന്നുള്ള രീതിയിൽ മൊത്തം സൃഷ്ടിച്ചത്. അതിൻ്റെ അകത്ത് ജോസഫിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ജോജുവിനോട് കഥ പറഞ്ഞിട്ടാണ് സിനിമ എഴുതുന്നത്. അന്ന് ജോജു അറിയാലോ, ഒരു സഹനടൻ എന്നുള്ള ലൈനിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് ഒരു ഇൻട്രോ വേണ്ടി വരും നമുക്ക്, കാരണം ഇയാളെ വിശ്വസിക്കണം. അപ്പോൾ അതിന് മാത്രം ഉപയോഗിച്ചൊരു സാധനം പറയാം. പഴയിടം എന്ന് പറഞ്ഞൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഇരട്ട കൊലപാതകം. അപ്പോൾ പ്രതിയെ പിടിച്ച അങ്ങനൊന്നുമല്ല കേട്ടോ. അതിനൊരു അപ്പോൾ ആ മൊത്തം സ്പേസും കാര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ അതിന് വേറൊരു രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ആഡ് ചെയ്തതാണത്. അല്ലാതെ വേറൊന്നിലും അങ്ങനൊരു പോലും. പിന്നെ ഡീറ്റെയിലിങ്ങിൽ ചിലപ്പോൾ എൻ്റെ പോലീസ് ജീവിതം വളരെ ഗുണം ചെയ്യും. ഉണ്ടാകാം. കാരണം നമ്മൾ ഇതുവരെ കണ്ടു വെച്ചിട്ടുള്ള ഒരു പോലീസ് സിനിമകളല്ല. ഇപ്പോൾ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിലെ സിനിമകൾ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, അത്യാവശ്യം റോ ആയിട്ടുള്ളൊരു പോലീസ് ലൈഫാണ് കാണിക്കുന്നത് എല്ലാ സിനിമയിലും. ഈ ജോസഫിൻ്റെ സ്റ്റാർട്ടിങ് സീൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ നായാട്ടിലാണെങ്കിലും ഇപ്പോൾ ഈ ഓഫീസർ ഡ്യൂട്ടി ആണെങ്കിലും സ്റ്റാർട്ടിങ് തന്നെ ഓരോ ഇൻസിഡൻറ്റ് കൊണ്ടിട്ടിട്ടാണ് കഥ തുടങ്ങുന്നത്. അതിപ്പോൾ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? അത് അങ്ങനെ വരുന്ന ഇൻസിഡൻസ് നിങ്ങൾ റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതാണോ? അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ മാല മോഷ്ടിക്കുന്നത് അങ്ങനെ? ഇല്ല, അത് അങ്ങനല്ല, ഫിക്ഷനാണത്. കാരണം നായാട്ടിൽ ഇപ്പം ഞാൻ പറയട്ടെ, എപ്പോഴും കഥാപാത്രത്തോടൊപ്പോഴായിരിക്കും പ്രേക്ഷകർ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ കഥാപാത്രത്തെ അങ്ങനെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്, അല്ലാതെ റിയൽ ലൈഫിലെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറയിലോട്ട് വരുമ്പോൾ അതിലിപ്പോൾ അതും 100% ഫിക്ഷനാണ്. കാരണം ഞാനും ഇലവിഴ പൂഞ്ചിറ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റേഴ്സായ ഷായി സാറും മാറ ഷാജി സാറും നിതീഷ് സാറും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു ക്യാമ്പ് തൊട്ടെ.
അപ്പം നിതീഷ് സാർ ഒരു കഥ എഴുതിയതാണ് ആക്ച്വലി. അത് എനിക്കൊന്ന് ഇന്ന് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 5 വർഷമായി പുള്ളിയുടെ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ്. അപ്പോൾ അവരത് സിനിമയാക്കാൻ നോക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു സമയത്ത് എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഞാനും അവിടെ വർക്ക് ചെയ്തതാണ്, ആ സ്ഥലം രസമുണ്ട്, ഒരു കൊറോണ സമയം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാനിലോട്ട് വന്നു. പിന്നെ ആ ഷോർട്ട് സ്റ്റോറി മാറ്റണമല്ലോ, സിനിമ എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് നമ്മൾ മാറ്റി അങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ്. എന്തുകൊണ്ട് പോലീസ് സ്റ്റോറികൾ തന്നെ പിന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ ആദ്യ സിനിമ ജോസഫ് എഴുതിയതും കുറ്റാന്വേഷണം ആയതുകൊണ്ടും, രണ്ടാമത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു നായാട്ട്. എഴുത്തിൽ പേഴ്സണൽ ഫേവറേറ്റ് അതാണ്. അപ്പോൾ ആ സിനിമയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ബ്രാൻഡിങ് ആയിപ്പോയി. ഇപ്പോൾ ആര് ചോദിച്ചാലും പോലീസ് കഥകളാണ്. പിന്നെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിക്ക് കുറച്ച് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചാൽ കടമൊക്കെ തീർക്കണമെങ്കിൽ കൊമേഴ്ഷ്യലി പോലീസ് പടം എഴുതിയേ പറ്റൂ. കടമൊക്കെ തീർന്നാൽ ബാക്കി എക്സ്പീരിയൻസ് വരാൻ പോകുന്ന ചിത്രം അത് നിങ്ങൾ പറഞ്ഞ കണക്കാണെങ്കിൽ എൻ്റെ കുറേ അനുഭവങ്ങളും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കുറച്ച് അനുഭവങ്ങളും പേഴ്സണലി ഞാൻ തന്നെ ഉണ്ടായിട്ട് അകത്ത് ഒരു പരിധി വരെ. റോഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്, റോഷൻ ചെയ്ത കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് പറയാവുന്നൊരു കഥയാണ് അത്. ഈ പറഞ്ഞ കണക്കാണ് ഇലവിഴാപ്പുഞ്ചിര കണക്ക് അങ്ങനെ ഒരു സിനിമയല്ല, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആദ്യമായി ഫണ്ണൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പോലീസ് സ്റ്റോറി കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് അത് പോകുന്നത്.